ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിയോ അരിപ്പൊടിയോ ഒന്നുമില്ലാതെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഒരു ഇഡ്ഡലിയുടെ റെസിപ്പിയുമായിട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 250 ml കപ്പിൽ 2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റവ കൊണ്ടാണ് ഈ ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കുന്നത്. ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. വറുക്കാത്ത റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോറാണ്. 1.5 കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ മട്ട അരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതരിയുടെ ചോറാണുള്ളത് അത് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ റവ ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു 2.5 കപ്പ് വെള്ളമാണ് ആദ്യം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 2.5 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചതിന് ശേഷം ഒരു 2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ റവ എല്ലാം നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് കുതിർന്ന് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. ഒരു 2 മണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ റവ ഒന്ന് കുതിരാൻ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. റവയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തതെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മിക്സിയുടെ ഒരു വലിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഒരുമിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ജാറാണ് എടുക്കുന്നതെങ്കിൽ ഒരു 2 സ്റ്റെപ്പായിട്ട് ഇത് അരച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഫുള്ളായിട്ടും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചിട്ടെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഇത് അരച്ചെടുക്കുമ്പോൾ വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇനി ഇതൊന്ന് അരച്ചിട്ടെടുക്കണം. ഇതിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ അരച്ചെടുത്തപ്പോൾ 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 4.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓരോരുത്തർ എടുക്കുന്ന റവയ്ക്കനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവ്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്പൂൺ കൊണ്ട് 2-3 മിനിറ്റ് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഈ കൺസിസ്റ്റൻസിയിലാണ് മാവൊന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ ഒരു 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ ഒരു 2-3 മിനിറ്റ് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചതിന് ശേഷം ഞാനിവിടെ ഓവർ നൈറ്റാണ് ഇതൊന്ന് ഫെർമെൻ്റ് ആവാൻ വയ്ക്കുന്നത്. കുറഞ്ഞതൊരു 4-5 മണിക്കൂറെങ്കിലും ഇതൊന്ന് ഫെർമെൻ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കണം. നമുക്കിനി ഇത് അടച്ച് വെച്ചതിന് ശേഷം രാവിലെ എടുക്കാം. ഞാനിപ്പോൾ രാത്രിയാണ് അരച്ച് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ സാധാരണ ദോശമാവൊക്കെ പൊങ്ങി വരുന്നത് പോലെ അത്ര പൊങ്ങി വരത്തില്ല. എന്നാലും കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. എന്നാലും ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പിന്നീട് വെള്ളമൊന്നും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തന്നെയാണ്. ഇനി നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായി ഇഡ്ഡലി പാത്രത്തിലേക്ക് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് ഇനി ചൂടായതിന് ശേഷം ഇഡ്ഡലി തട്ടും കൂടെ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചിട്ടെടുക്കണം. ഇതിപ്പോൾ വേകാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം.
ഇഡലിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഈ തട്ടിൽ നിന്നും മാറ്റിയെടുക്കാനായിട്ട്. ഇഡലിയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തട്ടിൽ നിന്നും മാറ്റിയെടുക്കാം. അരിയോ അരിപ്പൊടിയോ ഇല്ലാതെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഇഡലിയാണ്. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.